കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിക്കില്ല. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ദുഃഖാചരണം നിലനിൽക്കുകയാണ് തീരുമാനം വരുന്നത്. സ്നേഹമോൾ നയനാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്നേഹ, വലിയൊരു ആഘോഷമാണ്. പ്രത്യേകിച്ച് രണ്ടിടത്തായിരുന്നു വരേണ്ടത്. കഴിഞ്ഞ ദിവസം നിയമ പോരാട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മൻമോഹൻ സിംഗിന്റെ അനുശോചനവുമായി ബന്ധപ്പെട്ട മരണത്തിന്റെ അനുശോചനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കത്തിക്കില്ല എന്നുള്ള തീരുമാനം വരുന്നത്. തീരുമാനം എങ്ങനെയാണ്? ജനങ്ങളൊക്കെ എങ്ങനെ അതിനെ സ്വാഗതം ചെയ്തു? പൂജ, കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ് കൊച്ചി കാർണിവലിനോടനുബന്ധിച്ചുള്ള പാപ്പാഞ്ഞിയെ കത്തിക്കുക എന്നത്. ഈ നിലവിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് രാജ്യത്ത് ജനുവരി 1 മുതൽ ദുഃഖാചരണം നടത്തുകയാണ്. ഇതിനെ തുടർന്നാണ് പാപ്പാഞ്ഞിയെ കത്തിക്കേണ്ട എന്നൊരു തീരുമാനം കാർണിവൽ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാത്രി 7 മണിക്കായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് പാപ്പാഞ്ഞിയെ കത്തിക്കേണ്ട എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പാപ്പാഞ്ഞിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പരേഡ് ഗ്രൗണ്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപ്പാഞ്ഞിയെ സ്ഥാപിക്കാം, പക്ഷേ കത്തിക്കാൻ പാടില്ല. മറ്റാഘോഷങ്ങൾ ഇതിനെ തുടർന്ന്, കൊച്ചിൻ കാർണിവലിനെ തുടർന്ന് മറ്റാഘോഷങ്ങളൊക്കെ നടത്തേണ്ടതായിരുന്നു. ഇന്ന് പരേഡ് ഗ്രൗണ്ടിൽ DJ പ്രോഗ്രാം അടക്കമുള്ള പരിപാടികൾ നടത്തേണ്ടതായിരുന്നു. പക്ഷേ ഈ ദുഃഖാചരണത്തെ തുടർന്ന് ആ പരിപാടികളൊക്കെ തന്നെയും റദ്ദാക്കിയിരിക്കുകയാണ്. ഏതായാലും നാളെ രാവിലെ കാർണിവൽ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എറണാകുളം ജില്ലാ കളക്ടറുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം പരിപാടിയിൽ പ്രത്യേക ഇളവുകൾ നൽകണം എന്നാവശ്യപ്പെടും. പ്രത്യേക ഇളവുകളോടുകൂടി തന്നെ പരിപാടികൾ നടത്താൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ദുഃഖാചരണം 1-ാം തീയതിയാണ്, വൈകുന്നേരത്തോടെയാണ് അവസാനിക്കുന്നത് എങ്കിൽ അതിനുശേഷം മറ്റു പരിപാടികളൊക്കെ തന്നെ തകൃതിയായി നടത്താൻ തന്നെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം. ശരി സ്നേഹ, ഇപ്പോൾ നമുക്കൊരു പ്രതികരണം കേൾക്കാം. പബ്ലിസിറ്റി ചെയർമാനായിട്ടുള്ള അഭിലാഷ് തോപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേൾക്കാം. ഇതിന് പൊതുവായിട്ട് വന്നിരുന്നൊരു തീരുമാനം എന്ന് പറയുമ്പോൾ മുൻ പ്രധാനമന്ത്രിക്ക് ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ പപ്പാഞ്ഞിയെ സ്ഥാപിക്കുമെങ്കിലും കത്തിക്കണ്ട എന്നുള്ളൊരു നിലപാട് എല്ലാവരും അംഗങ്ങൾ സ്വീകരിച്ചായിരുന്നു. അത് മുൻ പ്രധാനമന്ത്രിക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കണമെന്നുള്ളൊരു ആവശ്യം കമ്മിറ്റിയിൽ ഉയർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുമെങ്കിലും അതിനെ കത്തിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സ്നേഹമോൾ നയനാൻ തുടരുന്നുണ്ട്. സ്നേഹ, നാളെ കളക്ടറുമായിട്ടൊരു കൂടിക്കാഴ്ചയൊക്കെ ഉണ്ട് എന്നറിയുന്നു. അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നിലേക്ക് വരാനാണ് സാധ്യത? പ്രത്യേകിച്ച് പാപ്പാഞ്ഞിയെ കത്തിക്കില്ല എന്നുള്ളതിലൊരു തീരുമാനം അത് മുന്നിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മറ്റു പല ആഘോഷങ്ങൾ, അതിൽ എന്തെല്ലാം നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? മുന്നിലേക്ക് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും? പൂജ, ഏതായാലും കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ വാർത്ത തന്നെയാണ്. അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ നിര്യാണത്തെ തുടർന്ന് ദുഃഖാചരണം നടത്തുകയാണ്. അതും നമ്മളെല്ലാവരും പാലിക്കേണ്ടതുണ്ട്, അനുസരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ബഹുമാന പുരസ്സരം, അദ്ദേഹത്തിന് നിര്യാണത്തിൽ, ദുഃഖാചരണത്തിലൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട്. അതേ തുടർന്നാണ് സുപ്രധാനമായൊരു തീരുമാനം കാർണിവൽ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്നും ആയി നടത്താനിരുന്ന പരിപാടികളൊക്കെ തന്നെയും മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രധാനമായും ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലാണ് ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുള്ള, വെളി ഗ്രൗണ്ടിലും ഈ പാപ്പാഞ്ഞിയെ 31-ാം തീയതി കത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെയും കോടതിയുടെ നിർണായക തീരുമാനമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ വെളി ഗ്രൗണ്ടിൽ നിന്നും പാപ്പാഞ്ഞിയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകുകയും അതിനുശേഷം ഹൈക്കോടതിയിൽ ഈ ഗാലഡി ഫോർട്ട് കൊച്ചി സംഘടന സമീപിക്കുകയും ചെയ്തിരുന്നു. കോടതിയുടെ നിർദ്ദേശാനുസരണം കത്തിക്കാം എന്നൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നു. നിലവിൽ പരേഡ് ഗ്രൗണ്ടിൽ മാത്രമാണ് പാപ്പാഞ്ഞിയെ കത്തിക്കരുത് എന്നൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. വെളി ഗ്രൗണ്ടിൽ ഗാലഡി ഫോർട്ട് കൊച്ചി എന്ന ക്ലബിന്റെ നേതൃത്വത്തിൽ മറ്റൊരു പാപ്പാഞ്ഞിയെ കൂടി കത്തിക്കുന്നുണ്ട് പൂജ.